ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സാധാരണക്കാരായിട്ടുള്ള ഓരോരുത്തരുടെയും ഇന്നത്തെ അവസാനത്തെ ദിവസമാണ് ജൂൺ 15. ഇനിയും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസരമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കമന്റ്സിൽ കണ്ടു. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു 15-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും വേറെ ഒരു കാര്യങ്ങളും അറിയേണ്ട കാര്യമില്ല. അപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ കുറേ പേര് പറയുന്നതെന്ന് വെച്ചാൽ OTP അത് അപ്ലൈ ചെയ്യുന്നതിനകത്ത് കുറേ ഡിഫിക്കൽട്ടീസ് ഒക്കെ, അതിനൊക്കെ അവരുടെ ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാൻ പറ്റുന്ന ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇനിയും അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് ഇനി ഒരു 12 മണി വരെ നിങ്ങൾക്ക് ആ സമയമുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കുറേ ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതുപോലെ തന്നെ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എല്ലാം നമുക്കിന്ന് ക്ലിയർ ആക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ BB ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ എന്താണ് സംഭവം, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ചെയ്തതിന് ശേഷം ഫോണിലോ ഇമെയിലോ കൺഫർമേഷൻ മെസ്സേജ് വന്നില്ല. ഇത് നോർമൽ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നോർമൽ ആണ്, അതൊന്നും ഓർത്ത് വറീഡ് ആവേണ്ട കാര്യമില്ല. സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ സ്ക്രീനകത്ത് താങ്ക് യു, വി ഹാവ് സക്സസ്ഫുള്ളി റിസീവ്ഡ് യുവർ ഡീറ്റെയിൽസ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഒഫീഷ്യലി, അതാണ് കൺഫർമേഷൻ. അപ്പോൾ OTP വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ, അതിലേക്ക് എന്തെങ്കിലും മെസ്സേജ് വരുമോ എന്നുള്ളതായിരുന്നു അടുത്തൊരു സംശയം എന്ന് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇമെയിലോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അക്നോളജ്മെന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജോ ഒന്നും വരണം എന്നില്ല. പ്രൊഡക്ഷൻ ടീം ഇങ്ങനെയാണ് യൂഷ്വലി ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ സേഫ് ആണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ അയച്ചു, ഇനി കോളൊക്കെ വരുന്ന എപ്പോഴാ, ഞാൻ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത്. പക്ഷെ ഇവരോട് ഞാൻ പറയാനുള്ളത് കുറച്ചൊന്ന് ക്ഷമിക്കുക. കാരണം ഇന്ന് അങ്ങോട്ട് ലാസ്റ്റ് ഡേറ്റ് കഴിയത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് നാളെ നിങ്ങൾക്ക് കോള് വന്ന് തുടങ്ങത്തില്ല. അപ്പോൾ ഒഫീഷ്യലി നിങ്ങൾക്കൊരു കോൾ ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഒരു കോളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ കൺഫർമേഷൻ എന്ന് തൊട്ട് എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട്സും എവിടെയും വന്നിട്ടില്ല. അതിലൊന്നും പോയി ആരും പറ്റിക്കപ്പെടരുത്. ഇപ്പം ഒരുപാട് ഇങ്ങനെയുള്ള കുറേ ഹാക്കേഴ്സും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അതായത് ബിഗ് ബോസിനകത്ത് നിന്നാണ് വിളിക്കുന്നത്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വിളിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അതിനകത്തുള്ള ട്രാപ്പിനകത്തൊന്നും പോയി വീഴരുത്. ഇതിന്റെ കറക്റ്റ് അനൗൺസ്മെന്റ്സ് എല്ലാം ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ ഹോട്ട്സ്റ്റാറിൽ വരുന്ന രീതിക്ക് മാത്രമേ നടക്കൂ. അല്ലാതെ രഹസ്യമായിട്ടൊന്നും ഒരു കാര്യങ്ങളും നടക്കില്ല. പിന്നെ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഫേസ് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. റീസെന്റ് ക്ലോസ് ആയാൽ തന്നെ അതിന്റെ ഒരു സ്ക്രീനിങ് പ്രോസസ്സിന് ഇനിയും നിങ്ങൾക്ക് ടൈം എടുക്കും. ഇനി തെലുങ്കിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ജെനുവൻലി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ്. നെക്സ്റ്റ് ഡേ തൊട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻസിന്റെ കാര്യങ്ങൾ ക്ലോസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതിനകത്തുനിന്ന് സ്ക്രീനിങ് ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തി ഓക്കെ സെലക്ട് ചെയ്തതിൽ നിന്നാണ് പിന്നീട് നിങ്ങൾക്ക് കോൾ വരേണ്ടത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 വീക്ക് നിങ്ങൾ സമയം കൊടുക്കേണ്ടി വരും. ഇനി തെലുങ്കിന്റെ കാര്യം പറയാം. തെലുഗു അഗ്നി പരീക്ഷയിൽ ആദ്യം ഒരു 45 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അതായത് ഇപ്പം കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മുഴുവനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് 45 ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള 45 വീഡിയോസ്, അതിൽ തന്നെ റെപ്പറ്റീഷൻ വരുന്ന പലതും റിജക്റ്റ് ചെയ്യാനാണ് ചാൻസ്. അതായത് ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്, ഇപ്പം ഞാൻ ഇങ്ങനെ ജോബിന് വേണ്ടി നിൽക്കുന്നു, എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ് എന്ന് പറയുന്ന 2-3 എണ്ണം അടുപ്പിച്ച് വരികയാണെങ്കിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കി ഒരാളുടേതോ അല്ലെങ്കിൽ 2 പേരുടേതോ ഒക്കെ എടുക്കത്തോളൂ. ഇനി മേ ബി നിങ്ങൾ ഭയങ്കരമായിട്ടും സിനിമ എൻത്യൂസിയാസ്റ്റ് ആണ്, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരേപോലെ ഒരേ കണക്ക് ഒരു 5 പേർക്ക് ഒരുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 പേരെയും എത്ര നന്നായിട്ടാണെങ്കിലും എടുക്കാൻ പറ്റില്ല. റെപ്പറ്റീഷൻസ് മിക്കവാറും ഇതിനകത്ത് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വരുന്നതിൽ നിന്ന് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളവരെ ആയിരിക്കും പിക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയാൻ ചാൻസ് ഉള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ചിലപ്പോൾ അത് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ അയക്കുന്നവരിൽ നിന്ന് 45 പേരെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കോൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഈ 45 പേരിൽ തന്നെ 15 പേർക്കാണ് ഈ പറയുന്ന ഈ ആക്ച്വൽ ഷോയിൽ അപ്പിയർ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ TV-യിൽ കാണാൻ പോകുന്ന അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഷോയിൽ ഈ 15 പേരെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഞാൻ പറയുന്നത് തെലുഗു അഗ്നി പരീക്ഷയുടെ മോഡലിലാണ്. ഓക്കെ, മലയാളത്തിൽ 15 പേരായിരിക്കാം, ചിലപ്പോൾ 20 പേരായിരിക്കും, ചിലപ്പോൾ 10 പേരായിരിക്കും. എന്തായാലും 10 എടുക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ 10 പേരിൽ നിന്ന് ചിലപ്പോൾ 5 പേരെയാണ് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് ഡയറക്റ്റ്ലി ഒരു സെലക്ഷൻ വരുന്നെന്നുണ്ടെങ്കിൽ 50-50 ചാൻസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 15 പേരെ തന്നെ നമുക്ക് നോക്കാം. 15 അല്ലെങ്കിൽ 18 20 എന്ന് തന്നെ ആയിരിക്കാം വരാൻ സാധ്യത.
പിന്നെ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ നിന്ന് 15 പേര് അല്ലെങ്കിൽ 20 പേര് ടി വിയിൽ വരും. അതിൽ കുറച്ച് ജഡ്ജസ് ഉണ്ടായിരിക്കും, നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യും. ബേസ്ഡ് ഓൺ ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരു 6-7 പേര് അല്ലെങ്കിൽ 5 പേരോ എങ്ങാനും മെയിൻ ആയിട്ടും ഉണ്ടാകും. അവരാണ് ഈ പറയുന്ന നമ്മൾ ബിഗ് ബോസ് സീസൺ 8 നമ്മൾ കാണാൻ പോകുന്നത്. അവരെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ശരി, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. കാരണം എന്ന് വെച്ചാൽ ആ ഒരാൾ നിങ്ങളാകാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. നിങ്ങളാകാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 0 ആണ് എന്ന് തന്നെ ചിന്തിക്കുക. അങ്ങനെ 0 ആണെന്നല്ല, എങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുക. ഓക്കെ, ഇനി അടുത്തത് അഗ്നിപരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ്, അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ് കോള് വരുമോ എന്നൊക്കെയുള്ള കാര്യം. ഇന്നാണ് അഗ്നിപരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ്, അല്ലെങ്കിൽ ഇന്ന് വരെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്നത് നമുക്കല്ല എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ ഏഷ്യാനെറ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്യും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് നിങ്ങൾ ഓക്കെ ഇത് ക്ലോസ് ചെയ്തു, നാളെ തൊട്ട് ഞാൻ കാത്തിരിക്കും എന്ന രീതിയിൽ ഇരിക്കരുത്. പകരം ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സിനകത്ത് കോളൊക്കെ വരുന്ന സമയം വരും. അങ്ങനെ കോള് വരുമ്പോൾ പോലും ഉറപ്പായിട്ടും അതിനൊരു പ്രൊമോ വരും. അതായത് കോള് വന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോ അല്ല, പകരം ഈ ഒരു സീസണിലെ ആദ്യത്തെ അഗ്നി പരീക്ഷയുടെ ഒരു പ്രൊമോ വരാനുള്ള സാധ്യതയുണ്ട്. ആ പ്രൊമോ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇനി ആർക്കും കോളൊന്നും പോകാൻ ചാൻസ് ഇല്ല എന്ന്. അപ്പോൾ ആ വിധത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഹോപ്പ് വെച്ചിട്ട് ഒരുപാട് ടൈം കാത്തിരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവത്തില്ല. പകരം ഈ പറഞ്ഞ ഇത്രയും പേരിൽ നിന്ന് ഒരു 45 പേരുടെ ഒരു സെലക്ഷൻ കോളാണ്. പിന്നെ ഈ പറഞ്ഞ 45 പേരിൽ 15 പേരെ എങ്ങനെയാണ് പിന്നീട് സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഊഹിക്കാം. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ റെപ്പറ്റീഷൻ, അതായത് ഒരേ കണക്കൊക്കെ ഉള്ള ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കുറേ അധികം ഫണ്ണൊക്കെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളെ കണക്ക് ഫൺ ക്രിയേറ്റ് ചെയ്യുന്ന വേറെയും കുറേ പേരുടെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 45 പേരിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 45 പേരിൽ നിങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ലൊരു നട്ടലാണ്. എന്ത് സംഭവിച്ചാലും അതൊരു നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്താണെങ്കിലും പേടിക്കാതെ സംസാരിക്കാൻ സാധിക്കണം. പിന്നെ അഥവാ തെറ്റിപ്പോവാം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എന്ത് തെറ്റും സംഭവിക്കാം. നമ്മളെല്ലാം പഠിച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. തെറ്റിക്കോട്ടെ, തെറ്റിക്കഴിഞ്ഞാലും ഓക്കെ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് തിരുത്താനോ അല്ലെങ്കിൽ അതിനകത്ത് കിടന്നങ്ങ് പിന്നെ കിടന്നങ്ങ് ഉരുളാൻ നിൽക്കരുത്. തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന തരത്തിൽ വേണം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജെനുവിൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾ എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്ന ആ ഒരു ദിവസത്തിലേക്ക് ഇനി വെറും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വന്ന് പറയുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ BB ഗ്രാൻഡ്മ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എപ്പോഴും കാത്തിരിക്കുക. ഉടനെ തന്നെ വരും. അപ്പോൾ ഓക്കെ, ഞാൻ പോയി ചെന്നരാം. ബൈ.